അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല കാന അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഇമാം ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം വർദ്ധിപ്പിച്ച ദുആ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന ദുആ ആയിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ സമയത്തും ഉണ്ടായിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സേവകനാണ്, സുഹൃത്താണ് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെയും അദ്ദേഹം കൂടെയുണ്ടായ 10 വർഷം കൃത്യമായി ഒപ്പിയെടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഏറ്റവും അധികം പ്രാർത്ഥനയിൽ വർദ്ധിപ്പിച്ചിരുന്നത് എന്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഏറെ സഹവസിച്ച ഈ സ്വഹാബി പറയുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 201 ആയത്തിൻ്റെ ഭാഗമായ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥനയാണ് പ്രവാചകൻ ഏറ്റവും അധികം പ്രാർത്ഥിച്ചത് എന്നാണ്. അതിൻ്റെ അർത്ഥം റബ്ബന ഞങ്ങളുടെ നാഥ, ആതിന ഞങ്ങൾക്ക് നീ തരേണമേ, ഫിദ്ദുനിയ ദുനിയാവിൽ ഹസന നന്മ, ഇഹലോകത്ത് നന്മ പ്രദാനം ചെയ്യണമേ, വഫിൽ ആഖിറതി പരലോകത്തിലും ഹസന നന്മ പ്രദാനം ചെയ്യണമേ, വഖിന ഞങ്ങളെ രക്ഷിക്കണമേ അദാബന്നാർ നരകശിക്ഷയിൽ നിന്ന് എന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഇഹലോകവും പരലോകവും ഒക്കെ ഉൾച്ചേർന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നാളെ പരലോകത്ത് സ്വർഗം നേടാൻ ഇടയാക്കുന്ന, അതിനുവേണ്ടി ജീവിക്കേണ്ട ഇടമാണ് ഈ ദുനിയാവ്. ഇവിടുത്തെ ജീവിതമാണ് സ്വർഗമാണോ നരകമാണോ രക്ഷയാണോ ശിക്ഷയാണോ എന്നെല്ലാം തീരുമാനിക്കുക. അവിടെ ആ ദുനിയാവിൽ തീർച്ചയായിട്ടും നന്മ വേണം, സൗഭാഗ്യം വേണം, അനുഗ്രഹങ്ങൾ വേണം, എല്ലാ അർത്ഥത്തിലും നല്ല ജീവിതം വേണം. അതേസമയത്ത് ദുനിയാവിൽ സന്തോഷ സമാധാനങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അതിലപ്പുറം പരലോകത്ത് എപ്പോഴും തീരാവുന്ന ക്ഷണികമായ ഈ ദുനിയാവിനപ്പുറം നാളെ പരലോകത്ത് തീരാത്ത ആ ലോകത്ത് ആ ജീവിതത്തിൽ ഹസനത്ത് നന്മയുണ്ടാവണം. അങ്ങനെ ഇഹലോകത്തും പരലോകത്തും നന്മയുണ്ടാവാനുള്ള മഹത്തരമായ പ്രാർത്ഥന. അതോടൊപ്പം വഖിന അദാബന്നാർ നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുക എന്നത് വിശ്വാസിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ആ നരകശിക്ഷയിൽ നിന്നുമുള്ള രക്ഷ തേടിയുള്ള പ്രാർത്ഥന. അങ്ങനെ 3 ഭാഗങ്ങളുള്ള, ദുനിയാവിൽ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ആഖിറത്തിൽ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വളരെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണിത്. വിശുദ്ധ ഖുർആനിലെ ആയത്തുമാണ്. ആ അർത്ഥത്തിൽ ആയത്ത് എന്ന രൂപത്തിൽ മനസ്സിൽ നിയ്യത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം കൂടി കൂടുതലായി ലഭിക്കാനിടയാക്കുന്ന പ്രാർത്ഥന കൂടിയാണ് ഇത്. വളരെ സമഗ്രമായ പ്രാർത്ഥനയുമാണ്. അള്ളാഹുവിലൂടെ അടിയുറച്ച വിശ്വാസം, അവൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കൽ, ദുനിയാവിൽ കിട്ടുന്ന കുറേ കാര്യങ്ങൾ, നല്ല വീട്, നല്ല വാഹനം, നല്ല ജോലി, നല്ല കുടുംബം, അള്ളാഹുവെ അനുസരിക്കാൻ കഴിയുന്ന അതിനുള്ള തൗഫീഖ്, ഇതെല്ലാം ദുനിയാവിലുള്ള ഹസനത്തിൽപ്പെട്ടതാണ്. സ്വർഗം ലഭിക്കൽ, നരകത്തിൽ നിന്നുള്ള രക്ഷ, അതുപോലെ തന്നെ വളരെ പെട്ടെന്നുള്ള വിചാരണ, വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ആഖിറത്തിലെ നന്മകളിൽപ്പെട്ടതാണ്. എല്ലാ നന്മകളും നേടിയെടുക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന വളരെ അർത്ഥവത്തായ, വളരെ പ്രസക്തമായ പ്രാർത്ഥന എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലും ഏറ്റവും ഉണ്ടാകേണ്ട പ്രാർത്ഥനയാണ്. നമ്മുടെ മക്കളെ നിരന്തരം പഠിപ്പിക്കേണ്ട പ്രാർത്ഥനയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാർ.